ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇക്വിലിബ്രിയം, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ്. ഇവിടെ 3 ഇക്വേഷൻസ് പറയുന്നുണ്ട്. y = f(k)(n). അത് പറയുന്നത് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. പിന്നെ പറയുന്നത് n f(w)(p). അത് അഗ്രിഗേറ്റ് ലേബർ ഡിമാൻഡ് ഫംഗ്ഷനാണ്. ns f(w)(p). അഗ്രിഗേറ്റ് ലേബർ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇക്വിലിബ്രിയം ഇൻ ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവണമെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബറും അഗ്രിഗേറ്റ് സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവണം. n = ns. ഇനി ക്ലാസിക്കൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻ്റ് ഡിറ്റർമിനേഷനാണ് ഈ ഡയഗ്രാമത്തിൽ പറയുന്നത്. ഫസ്റ്റ് ഡയഗ്രാമത്തിലെ എക്സ് ആക്സിസിലെ എംപ്ലോയ്മെൻറ്റും വൈ ആക്സിസിലെ റിയൽ വേജാണ് പറയുന്നത്. ഇതിൽ എൻ എസ് കർവ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ ഓഫ് ലേബറിൻ്റെ കർവും അതുപോലെ തന്നെ എൻ ഡി കർവ് എന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബറിൻ്റെ കർവുമാണ് പറയുന്നത്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇ. അവിടെയാണ് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തുന്നത്. ആ ഇക്വിലിബ്രിയം കണ്ടീഷന് നേരെയുള്ള എംപ്ലോയ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത് n സ്റ്റാറും റിയൽ വേജ് എന്ന് പറയുന്നത് W/P ആണ്. ഇനി താഴെയുള്ള ഡയഗ്രം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(k)(n) എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് ഇക്വിലിബ്രിയം ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ നേരെയുള്ള എംപ്ലോയ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത് n സ്റ്റാറും അതുപോലെ തന്നെ ഇവിടെ y ആക്സിസിലെ ഔട്ട്പുട്ടാണ് മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y സ്റ്റാറും ആയിരിക്കും. ഇനി therefore equilibrium level of output n star as here n = ns shown by point E. റിയൽ വേജ് എന്ന് പറയുന്നത് W/P ആണ്. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y സ്റ്റാറും y star is the full employment level. In the classical model, the endogenous variables are output, employment and real wage. They are determined within or by the model. എൻഡോജീനിയസ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡലിൻ്റെ അകത്ത് നിന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് എൻഡോജീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലാസിക്കൽ മോഡലിൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, റിയൽ വേജ് എന്നിവയാണ് എൻഡോജീനിയസ് വേരിയബിൾസായി കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ദ എക്സോജീനിയസ് വേരിയബിൾസ് ഡിറ്റർമിൻ ഔട്ട്സൈഡ് ദ മോഡൽ which leads to changes in output and employment. എന്ന് വെച്ചാൽ എക്സോജീനിയസ് വേരിയബിൾസ് ആണ് ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും ചേഞ്ചസ് വരുത്തുന്നത്. The factors which are operating on the supply side determines the level of output and employment. വെച്ചാൽ സപ്ലൈ സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. Thus, it is the supply of labor which plays an important role in the determination of labor market equilibrium and thus the employment and output level. ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ സപ്ലൈ ഓഫ് ലേബറിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത്. എന്ന് വെച്ചാൽ സപ്ലൈ ഓഫ് ലേബറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കും ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ചേഞ്ചസ് വരുത്തുക. അതായത് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റിലൊക്കെ ചേഞ്ചസ് വരുന്നത് ഈ സപ്ലൈ സൈഡിൽ ഉണ്ടാകുന്ന സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ക്ലാസിക്കൽ മോഡലിൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറയുന്നത്. അത് 3 എണ്ണമാണുള്ളത്. ലേബർ സപ്ലൈ കർവും അതുപോലെ തന്നെ ലേബർ ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ കർവും. ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇവ എന്ന് പറയുന്നത് 3 എണ്ണം. ഈ 3 എണ്ണത്തിലും ഈ ലേബർ സപ്ലൈ കർവിലും അതുപോലെ തന്നെ ലേബർ ഡിമാൻഡ് കർവിലും അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൊക്കെ ചേഞ്ചസ് വരികയാണെങ്കിൽ ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും ചേഞ്ചസ് വരുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ദി ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് അസംഷൻസ് ആൻഡ് ക്രിറ്റിസിസം. John Maynard Keynes, in his General Theory of Employment, Interest and Money, published in 1936, made a frontal attack on the classical postulates. ജോൺ മൈനാർഡ് കെയ്ൻസ്
1936 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറിയാണ് ദ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. He developed a new economic which brought about a revolution in economic thought and policy. എക്കണോമിക് തോട്ടിലും എക്കണോമിക് പോളിസിയിലുമൊക്കെ ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്ന രീതിയിലായിരുന്നു ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം കെയ്ൻസ്. അതായത് ക്ലാസിക്കൽസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്. ദ ജനറൽ തിയറി വാസ് റിട്ടൺ എഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്ലാസിക്കൽ തോട്ട്. ക്ലാസിക്കൽ തോട്ടിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണിത്. ബൈ ദ ക്ലാസിക്കിസ്റ്റ് Keynes mean the followers of Ricardo, those that is to say who adopted and perfected the theory of Ricardian economics. ക്ലാസിക്കിസ്റ്റ് കെയ്ൻസ് മീൻ ചെയ്യുന്നത് ഫോളോവേഴ്സ് ഓഫ് റിക്കാർഡോ. ക്ലാസിക്കൽ എക്കണോമിക്സിലെ ഒരു മെയിൻ പ്രൊപ്പഗേറ്റർ എന്ന് പറയുന്നത് റിക്കാർഡോ എന്ന് പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിക്സിലെ മെയിൻ പ്രൊപ്പഗേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെയാണ് കെയ്ൻസ് ക്ലാസിക്കിസ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്. ദേ ഇൻക്ലൂഡ് ഇൻ പെർട്ടിക്കുലർ ജെ.എസ്. മില്ലർ, മാർഷൽ ആൻഡ് പിഗു. കെയ്ൻസ് repudiate traditional and orthodox economics which had been built up over a century and which dominated economic thought and policy before and during the Great Depression. എന്ന് വെച്ചാൽ കെയ്ൻസ് ട്രഡീഷണൽ ആൻഡ് ഓർത്തഡോക്സ് എക്കണോമിയിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിയിൽ നിന്ന് ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ടൈമിൽ ക്ലാസിക്കൽ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കെയ്ൻസ് കൊണ്ടുവന്നതാണ് ഈ ജനറൽ തിയറി എന്ന് പറയുന്നത്. Since the Keynesian economics is based on the criticism of classical economics, it is necessary to know the latter as embodied in the theory of employment. അതായത് ക്ലാസിക്കൽസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് കെയ്ൻസിൻ്റെ ഈ ജനറൽ തിയറി എന്ന് പറയുന്നത്. പിന്നെ ദ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. The classical economists believed in the existence of full employment in the economy. ക്ലാസിക്കൽ എക്കണോമിക്സ് അവർ എക്കണോമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് ബിലീവ് ചെയ്തിരുന്ന ആൾക്കാരാണ് ക്ലാസിക്കൽ എക്കണോമിക്സ്. The classical economists believed in the existence of full employment in the economy. To them, full employment was a normal situation and any deviation from this regarded as something abnormal. ഒരു നോർമൽ സിറ്റുവേഷനിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് കരുതിയിരുന്നത്. എന്നാൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ അതൊരു സംതിങ് അബ്നോർമൽ സിറ്റുവേഷൻ ആയിരിക്കും എന്നാണ് ഇവർ കരുതുന്നത്. According to Pigu, the tendency of the economic system is to automatically provide full employment in the labor market when the demand and supply of labor are equal. According to Pigu പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ലേബർ മാർക്കറ്റിൽ അത് സപ്ലൈ ഓഫ് ലേബർ ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഈക്വൽ ആകുമ്പോഴാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. പിന്നെ unemployment results from the rigidity in the wage structure and interference in the working of free market system in the form of trade union legislation, minimum wage legislation, etc. Full employment exists when everybody who at the running right of wages wishes to be employed. വേജ് സ്ട്രക്ചറിലെ റിജിഡിറ്റിയും അതുപോലെ ട്രേഡ് യൂണിയൻ്റെ നിയമനിർമ്മാണവും ലെജിസ്ലേഷനും മിനിമം വേജ് ലെജിസ്ലേഷനും ഇതിൻ്റെ രൂപത്തിലൊക്കെ ഫ്രീ മാർക്കറ്റ് സിസ്റ്റം അതിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടൽ എന്നിവയൊക്കെയാണ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് പറയുന്നത്. പിന്നെ those who are not prepared to work at the existing wage rate are not employed because they are voluntarily unemployed. Thus, full employed is a situation where there is no possibility of
involuntary unemployment, in the sense that people are prepared to work at the current wage rate but they do not find work. അതെന്ന് വെച്ചാൽ നിലവിലുള്ള വേജ് റേറ്റിൽ പ്രവർത്തിക്കാൻ തയ്യാറാകാത്തവർ തൊഴിലില്ലാത്തവരാണ്. കാരണം അവർ വോളണ്ടറി അൺഎംപ്ലോയിഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിലവിലുള്ള വേതന നിരക്കിൽ ആളുകൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിലും അവർക്ക് ജോലി കണ്ടെത്താനായില്ല എന്ന അർത്ഥത്തിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് സാധ്യതയില്ലാത്ത സാഹചര്യമാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ദ ബേസിസ് ഓഫ് ദ ക്ലാസിക്കൽ തിയറി ഈസ് സെയ്സ് ലോ എന്ന് പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡാണ്. സെയ്സ് ലോ എന്ന് പറയുന്നത് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് വിച്ച് വാസ് ക്യാരിഡ് ഫോർവേഡ് by classical economists like Marshall and Picou. They explained the determination of output and employment divided into individual markets for labor, goods and money. Each market involves a built-in equilibrium mechanism to ensure full employment in the economy. എന്ന് വെച്ചാൽ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു മെയിൻ ബേസിസ് ആയിട്ടുള്ള ലോ എന്ന് പറയുന്നതാണ് സെയ്സ് ലോ എന്ന് പറയുന്നത്. ഇത് മെയിൻ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ മാർഷൽ ആൻഡ് പിക്കും ഇവർ ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ മാർക്കറ്റ് ഫോർ ലേബറും ഗുഡ്സ് ആൻഡ് മണിയും ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. ഓരോ മാർക്കറ്റും ബുൾട്ട് ഇക്വിലിബ്രിയം മെക്കാനിസം വഴി അത് എക്കണോമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ അസംഷൻസ്. ഫസ്റ്റ് വൺ, ദർ ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഇൻഫ്ലേഷൻ. ഇവിടെ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഇല്ലാതെ തന്നെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നീട് ലെസേ ഫെയർ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർഫറൻസ്. ഇവിടെ ലെസേ ഫെയർ എക്കണോമി ആയിരിക്കും, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് ക്ലോസ്ഡ് എക്കണോമി വിത്തൗട്ട് ഫോറിൻ ട്രേഡ്. ഇവിടെ ക്ലോസ്ഡ് എക്കണോമി ആയിരിക്കും, ഫോറിൻ ട്രേഡ് ഉണ്ടായിരിക്കില്ല. ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ലേബർ ആൻഡ് പ്രൊഡക്ട്സ് മാർക്കറ്റ്. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ ലേബർ ഈസ് ഹോമോജീനിയസ്. ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദ എക്കണോമി ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ കൺസപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. എക്കണോമിയിലെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഈസ് ഗിവൺ ആൻഡ് മണി ഈസ് ഓൺലി ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് മണി ഗിവൺ ആയിരിക്കും. അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് മണി ആയിരിക്കും. വേജസ് ആൻഡ് പ്രൈസസ് ആർ പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ ആയിരിക്കും. വേജസും അതുപോലെ തന്നെ പ്രൈസസും ചേഞ്ചസ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആയിരിക്കും. ദർ ഈസ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ആൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനും പെർഫെക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിനെ കുറിച്ചുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. മണി, വേജസ് ആൻഡ് റിയൽ വേജസ് ആർ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആൻഡ് പ്രൊപ്പോർഷണൽ. മണി വേജസും അതുപോലെ തന്നെ റിയൽ വേജസും ഡയറക്റ്റായിട്ടും പ്രൊപ്പോർഷനായിട്ടും റിലേറ്റഡ് ആയിരിക്കും. സേവിങ്സ് ആർ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ് ആൻഡ് ഇക്വാലിറ്റി ബിറ്റ്വീൻ ദി ടു ഈസ് ബ്രോട്ട് എബൌട്ട് ബൈ ദ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സേവിങ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഈക്വാലിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബേസിലായിരിക്കും. ക്യാപിറ്റൽ സ്റ്റോക്ക് ആൻഡ് ടെക്നിക്കൽ നോളജ് ആർ ഗിവൺ ആയിരിക്കും. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ്സ് ഇൻ പ്രൊഡക്ഷൻ. ഇറ്റ് അസ്യൂംസ് ലോങ് റൺ. ഇവിടെ ലോങ് റൺ ആയിരിക്കും അത്. ഇനി അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. In the classical theory, output and employment are determined by the production function and the demand for labor and the supply of labor in the economy. എന്ന് വെച്ചാൽ ക്ലാസിക്കൽ തിയറിയിൽ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫങ്ഷനും അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ ലേബറും ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഇതൊക്കെയാണ്
ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റും ക്ലാസിക്കൽ തിയറിയിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഗിവൺ ദ ക്യാപിറ്റൽ സ്റ്റോക്ക്, ടെക്നിക്കൽ നോളജ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഇവിടെ ക്യാപിറ്റൽ സ്റ്റോക്കും ടെക്നിക്കൽ നോളജും ഗിവൺ ആയിരിക്കും. പിന്നെ എ പ്രിസൈസ് റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ടോട്ടൽ ഔട്ട്പുട്ട് ആൻഡ് എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ടും എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഒരു പ്രിസൈസ് റിലേഷൻ എക്സിസ്റ്റ് ചെയ്യും. അത് ഈസ് ഷോൺ ഇൻ ദ ഫോം ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. Q is equal to F of KTN. ഇപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ആണ്. ഇസ് എ ഫംഗ്ഷൻ ഓഫ് എന്ന് പറയുന്നത് F ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് പറയുന്നത് K, ടെക്നിക്കൽ നോളജ് ആണ് T, ആൻഡ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് N.